നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പി ജയരാജനെ തട്ടി മുകേഷിനെ നിലനിർത്തി. എത്ര നല്ല സ്ത്രീപക്ഷ നിലപാടുള്ള സർക്കാരാണിത് എന്ന് ഓർത്തുപോവുകയാണ്. ആദ്യമായല്ല മുകേഷിനെതിരെ ആരോപണം ഉയരുന്നത് എന്നതും ഓർക്കണം. എന്നിട്ടും BJP ബന്ധം ആരോപിച്ച് പിയെ മാത്രം തട്ടി. വല്ലാത്ത കൊന്തളിപ്പാണിത്. നിലപാടുള്ള സർക്കാരാണേൽ വേണ്ടിയിരുന്നത് രണ്ടെണ്ണത്തിനെ അങ്ങ് തട്ടണമായിരുന്നു. അപ്പോൾ നടക്കില്ലല്ലോ. ഒരു ഉപതിരഞ്ഞെടുപ്പ് താങ്ങാനുള്ള ശേഷി മിസ്റ്റർ മുഖ്യനില്ല. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേസുകളുടെ പേരിൽ രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല എന്നാണ് വിഷയത്തിൽ CPM സ്വീകരിച്ച നിലപാട്. UDF MLA-മാർക്കെതിരായ കേസുകൾ ചൂണ്ടിക്കാട്ടിയും വിഷയത്തിൽ പാർട്ടി പ്രതിരോധം തീർത്തിരുന്നു. മുകേഷിന്റെ രാജി ഉണ്ടായാൽ അത് കൊല്ലത്ത് ഉപതിരഞ്ഞെടുപ്പിന് വഴിയൊരുക്കും. ആ ഉപതിരഞ്ഞെടുപ്പിൽ CPM ജയസാധ്യത എത്രത്തോളം ഉണ്ടെന്നതാണ് പ്രധാനമായും CPM പരിശോധിക്കുന്നത്. കൊല്ലത്ത് നിന്നുള്ള നേതാക്കളടക്കം സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. മുകേഷ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയങ്ങളിൽ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് സംസ്ഥാന സമിതി യോഗത്തോടെ തീരുമാനമുണ്ടാവും. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണെന്ന് മുകേഷ് പാർട്ടിയെ അറിയിച്ചതായാണ് വിവരം. എന്നാൽ ലൈംഗികാതിക്രമ ആരോപണം കെട്ടിച്ചമച്ചതാണെന്നും തനിക്ക് അനുകൂലമായ തെളിവുകൾ കയ്യിലുണ്ടെന്നുമാണ് മുകേഷിന്റെ നിലപാട്. ഇത് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുമുണ്ട്. ലൈംഗികാതിക്രമ കേസുകളിൽ കുടുങ്ങിയ കൊല്ലം MLA മുകേഷിനെ സംരക്ഷിച്ചിരിക്കുകയാണ് ഇതോടെ CPM. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശം. മാത്രമല്ല പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നുമുള്ള മുകേഷിന്റെ വാദങ്ങൾ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും അങ്ങ് കണ്ണും പൂട്ടി അംഗീകരിച്ചു. ഇതിനു പിന്നാലെ സംസ്ഥാന സമിതി യോഗത്തിലും പാർട്ടി ഒന്നടങ്കം മുകേഷിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേസുമായി മുന്നോട്ട് പോകും മുകേഷ്. അതേസമയം ഘടകകക്ഷികളും CPM കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതാ നേതാക്കളും മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുകേഷിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതിയിൽ CPM സംസ്ഥാന നേതൃത്വം നടപടി സ്വീകരിക്കാതിരുന്നതോടെ പ്രത്യേക അന്വേഷണ സംഘത്തോടും മുകേഷ് മുഖം തിരിച്ചതായാണ് റിപ്പോർട്ടുകൾ. പീഡന പരാതിയിൽ തെളിവ് ശേഖരണത്തിനെത്തിയ അന്വേഷണ സംഘത്തിന് ഫ്ളാറ്റിന്റെ താക്കോൽ കൈമാറാതെയാണ് മുകേഷ് പ്രതികരിച്ചത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കോടതിയിൽ മുകേഷ് ഉറപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ നടപടി. പാർട്ടി നടപടി ഉണ്ടാകാതിരുന്നതോടെ താൻ തന്നെയാണ് ഇപ്പോഴും MLA എന്ന് സൂചിപ്പിക്കാൻ ഫേസ്ബുക്കിൽ പെരുമൺപാലത്തിന്റെ ചിത്രവും മുകേഷ് ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്നു. ആഹാ, ഇതാണ് അന്തസ്. എത്ര അന്തസ്സാണിത്. കൂടെ നിഴല് പോലെ നിന്നിരുന്ന EPയെ സ്വന്തം കക്ഷിക്കാൻ കുരുതി കൊടുത്ത മുഖ്യൻ കണ്ടുപഠിക്കേണ്ട സ്വഭാവ നടൻ തന്നെയാണ്. അവാർഡ് കൊടുക്കേണ്ടി വരും. ആ അവാർഡിന് വേണ്ടിയാണോ ഇനി മുകേഷിന്റെ വാലെ തൂങ്ങുന്നത് എന്നുള്ളതിൽ സംശയം തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല. ഇതിപ്പോൾ മുഖ്യൻ ആദ്യമായല്ല ഒരു വേട്ടക്കാരനെ സംരക്ഷിക്കുന്നത്. അദ്ദേഹം സംരക്ഷിച്ച ആദ്യ വേട്ടക്കാരൻ അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ഉണ്ടാകും. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ കൊടുത്തിട്ടുള്ള കേസും പരാതിയും കൂട്ടങ്ങളും അദ്ദേഹം ആ മുൻ ഭാര്യയോട് ചെയ്തിട്ടുള്ള അവമതിപ്പ് നിറഞ്ഞ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ്. ആ വ്യക്തിയെയാണ് ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ സ്വന്തം മകൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത്. അദ്ദേഹത്തെ അന്നു മുതൽ താങ്ങുകയാണ് മുഖ്യൻ. മാത്രമല്ല നഗ്ന വീഡിയോ എടുത്ത സഖാക്കൾ ഉൾപ്പെടെ, മുതിർന്ന സഖാക്കൾ ഉൾപ്പെടെ, ഇത്തരം വീഡിയോകൾ കണ്ട് ആസ്വദിക്കുന്ന സഖാക്കളും ഒക്കെ ഈ പാർട്ടിയിൽ ഉള്ളിടത്തോളം അവരെയെല്ലാം ഇതുവരെ സംരക്ഷിച്ചിടത്തോളം മുഖ്യന് ഇതിൽ മറ്റൊന്നും ചെയ്യാനും കഴിയില്ല. എന്തായാലും BJPയിൽ ചേരാൻ നേതാക്കളുമായി EP ചർച്ച നടത്തിയെന്ന ആരോപണം സാങ്കേതികമായി പിണറായിയും ഗോവിന്ദനും ഒക്കെ തള്ളിയിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് പോലും EP കാണിക്കുന്ന ജാഗ്രത കുറവിനെ നേതൃത്വം ഗൗരവത്തിലെടുത്തതിന്റെ തെളിവായിരുന്നു ഈ പരസ്യ പ്രതികരണമുണ്ടായത്. പാർട്ടിയിൽ തന്നെക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം EP ജയരാജൻ പലതവണ നേതൃത്വവുമായി പിണങ്ങിയിരുന്നു. എങ്കിലും നേതാക്കൾ ആരും പരസ്യമായ അഭിപ്രായം പുറത്തു പറഞ്ഞിരുന്നില്ല. അങ്ങ് പതിയെ തട്ടിയാക്കാമെന്ന് പിണറായിയും പദ്ധതിയിട്ടു. ലൂസിഫറിൽ സായികുമാറിന്റെ കഥാപാത്രം പറയുന്നത് പോലെ റെയിൽ പാളത്തിലൂടെ ഒപ്പം നടക്കുന്നു. ട്രെയിൻ വരുമ്പോൾ അറിയാത്തൊരു തട്ട്, തീർന്നു, ആരും സംശയിക്കുകയുമില്ല. അതാണിപ്പോൾ പിണറായി നടപ്പാക്കിയിരിക്കുന്നത്. ഇത് സാക്ഷാൽ EPക്ക് മനസ്സിലായോ എന്തോ.